അമേരിക്കയെ പ്രത്യേകിച്ചും ട്രംപിനെ കൈവിട്ട് സൗദി അറേബ്യ കാര്യം എന്താണെന്നല്ലേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ക്രിസംഗികളുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് രണ്ട് വീഡിയോസ് ഈ വീഡിയോയുടെ അവസാനം വെക്കുന്നുണ്ട്, കാണാതെ പോകരുത്. കാരണം ഇസ്രായേൽ ആണല്ലോ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരിടം. നമുക്ക് ആദ്യം തന്നെ ബെൻ ഗവീർ, അതായത് ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററിന്റെ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഐ ഓൺ ദ ലാൻഡ്, നോട്ട് യു. അതായത് ആ സ്ഥലം എന്റേതാണ്, അല്ലാതെ നിങ്ങളുടേതല്ല. ഇത് ആരോടാ പറയുന്നത് വെച്ചാൽ പലസ്തീനിയൻസിനോടാണ് പറയുന്നത്. അതായത് പലസ്തീനിൽ നിന്നിട്ടാണ് പലസ്തീനിയൻസിനോട് പറയുന്നത് എന്ത്, ഇത് നിങ്ങളുടേതല്ല, എന്റെ നാടാണ്, അല്ലെങ്കിൽ എന്റെ ലാൻഡാണ്, എന്റെ സ്ഥലമാണെന്ന്. എങ്ങനെ ഇരിക്കുന്നു, സ്വന്തമായിട്ട് ഒരു ലാൻഡ് പോലും ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ ഭീഷണിപ്പെടുത്തിയും കൊന്നും കയ്യേറി ഒരു രാജ്യമുണ്ടാക്കിയ ടീംസാണ് ഈ പറയുന്നത്. ഇപ്പോഴും കയ്യേറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കയ്യേറും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചോദിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു കാര്യത്തിലേക്ക് വരാം. പ്രൊജക്ട് ഫ്രീഡം. ഈ പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്നത് US-ന്റെ ഒരു മിലിറ്ററി ഇനീഷ്യേറ്റീവ് ആണ്. ഇത് ഈ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങുകയും എന്നാൽ ചൊവ്വാഴ്ച നിർത്തുകയും ചെയ്തിട്ടുണ്ട്. നിർത്താൻ വേണ്ടിയിട്ട് കാരണമായിട്ട് ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇറാൻ ഒരു ഡീലിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഈ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതല്ല ഇതിന്റെ യഥാർത്ഥ റീസൺ. ഇതിന്റെ യഥാർത്ഥ റീസൺ